ഒരവധിക്കാലം ചെലവഴിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തത് ആന്ധ്രയിലെ ഗുണ്ടുക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഡിഗ്വാമേട്ടയിലെ വനപ്രദേശമാണ്. വനഭംഗി ആസ്വദിക്കുവാനും തരം കിട്ടിയാൽ കാട്ടിലെ വീരന്മാരെ വല്ലവരെയും ഒരു നോക്ക് കാണുവാനും കഴിയുമല്ലോ എന്ന് മാത്രമല്ല കാരണം, ഡിഗ്വാമേട്ടയ്ക്കും ചേലമയ്ക്കും ഇടയിലുള്ള ആ ഹരിത വനപ്രദേശവും അവിടുത്തെ ഗിരിവർഗക്കാരായ ചെഞ്ചുക്കളുടെ നിഷ്കളങ്കമായ സൗഹൃദവും ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഗുണ്ടക്കൽ സ്റ്റേഷനിൽ നിന്നും മീറ്റർ ഗേജ് ലൈൻ നന്ദിയാൽ നഗരത്തിലെത്തുന്നു. അവിടെ നിന്നും കുറെ കൂടി ചെന്നാൽ പ്രകൃതി സുന്ദരമായ ഒരു കുന്ന് കാണാം. ഇടവിട്ട കുന്നുകളും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന കാട്ടരുവികളും ചേർന്ന് അവിടെ പ്രകൃതി മനോഹരമാക്കിയിരിക്കുന്നു. അവിടെ നിബിഡമായ വനാന്തർ ഭാഗത്തു കൂടി റെയിൽവേ ലൈൻ കടന്നു പോകുന്നു. ആ കൊടും കാട്ടിനുള്ളിൽ 2 റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ബസവപുരം എന്നും ചേലമ എന്നുമാണ് അവയുടെ പേര്. 2 തുരങ്കങ്ങളിലൂടെയാണ് ഈ 2 സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന റെയിൽപാത കടന്നു പോകുന്നത്. ആ തുരങ്കങ്ങൾ കഴിഞ്ഞാൽ കാണാനാകുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒരു താഴ്വരയാണ്. അതിന്റെ ഒരറ്റത്തുള്ള റെയിൽ പാലത്തിലൂടെ മുകളിൽ കയറി നിന്ന് താഴോട്ട് നോക്കിയാൽ താഴ്വരയിലെ വൃക്ഷങ്ങളുടെ തലപ്പ് പുൽപ്പരപ്പിന് സമം പടർന്നു കാണാം. പാലം കടന്ന് കുറെ കൂടി ചെന്നാൽ ഡിഗ്വാമേട്ടയായി. അവിടെ കൊണ്ട് കാട് അവസാനിക്കുന്നു. പിന്നെ കാണുന്നത് കൃഷിയിടങ്ങളാണ്. ഡിഗ്വാമേട്ട സ്റ്റേഷൻ മുതൽ തുരങ്കങ്ങൾ വരെയുള്ള പ്രദേശത്ത് ഒരു പുള്ളിപ്പുലി ചുറ്റിയടിക്കുന്നതായി ആയിടക്ക് വാർത്ത പരന്നിരുന്നു. സ്റ്റേഷനിൽ നിന്നും അധികം അകലെയില്ലാതെ റെയിൽപാതയ്ക്കു സമീപം ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ട്. അതിന്റെ നോട്ടക്കാരൻ അലിം ഖാൻ എന്ന എന്റെ ഒരു പരിചയക്കാരനാണ്. അയാൾ എനിക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ബംഗ്ലാവിൽ ഒരുക്കി തന്നു. അലിം ഖാൻ ഒരു പ്രാരാബ്ധക്കാരനാണ്. പാവം 2 ഭാര്യമാർ, 5 മക്കൾ, വിധവയായ ഒരു സഹോദരി, അവളുടെ 2 മക്കൾ, പിന്നെ ഒരു നായയും. ഇത്രയും അംഗങ്ങൾ അലിം ഖാന്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് പുലരുന്നത്. മിക്കവാറും എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഞാൻ ബംഗ്ലാവിന്റെ വരാന്തയിൽ നിന്ന് സായാഹ്ന സവാരിക്കിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ 7 മണിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് വരാന്തയുടെ താഴെ മുറ്റത്ത് നിന്നിരുന്ന നായ്ക്ക് ഞാനൊരു കഷ്ണം ചപ്പാത്തി എറിഞ്ഞു കൊടുത്തു. നായ അത് ചാടി പിടിച്ചുകൊണ്ട് ഒരരികിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു. പിന്നെ കേട്ടത് അതിദയനീയമായ ഒരു കരച്ചിലായിരുന്നു. ഒപ്പം ഒരു വന്യമൃഗത്തിന്റെ മുരൾച്ചയും കേട്ടു. എന്റെ റൈഫിൾ കിടപ്പറയിലായിരുന്നു. ശബ്ദ കോലാഹലം കൊണ്ട് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നായയെ ഒരു പുലി പിടികൂടിയിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കണ്ടത് വലിയൊരു പുള്ളിപ്പുലി പിടയ്ക്കുന്ന നായയെ തന്റെ വായ്ക്കുള്ളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങുന്നതാണ്. നിമിഷാർദ്ധത്തിൽ ഞാൻ വരാന്തയിൽ കിടന്ന തടിക്കസാരിയെടുത്ത് പുലിയെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ഉന്നം തെറ്റിയില്ല. കസേര പുലിയുടെ ദേഹത്ത് ചെന്ന് കൊണ്ടു. പക്ഷെ അതൊന്നും അവനത്ര കാര്യമാക്കിയെടുത്തില്ല. അവൻ നായയെയും വലിച്ചുകൊണ്ട് ഓടി മറഞ്ഞു. വേഗം റൈഫിൾ നിറച്ചെടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി. എന്നാൽ ആ തിരക്കിനിടയിൽ ഞാൻ ഒരു വിഡ്ഢിത്തം കാട്ടി. ടോർച്ച് റൈഫിളിൽ പിടിപ്പിക്കാൻ ശ്രദ്ധിച്ചില്ല. ഒരു മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ചെവി വട്ടം പിടിച്ചു. അപ്പോൾ കുറച്ചകലെ നിന്ന് എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ശബ്ദം ലക്ഷ്യമാക്കി ഞാൻ ശ്രദ്ധാപൂർവം ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. ഏതാണ്ട് 10 അടി അകലത്തിലാണപ്പോൾ പുലിയെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ അപ്പോഴാണ് ആ അപകടം സംഭവിച്ചത്. എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് ഞാൻ മറിഞ്ഞു വീണു. ശബ്ദം കേട്ട് പുലി ഗർജിച്ചുകൊണ്ട് ഓടി മറഞ്ഞു. ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് വിഷണ്ണനായ ഞാൻ കുഴിയിൽ നിന്ന് കയറി ബംഗ്ലാവിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഞാനും അലിഖാനും കൂടി ചെന്ന് നോക്കുമ്പോൾ പാവം നായയുടെ ഏതാനും ഭാഗങ്ങളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അലിം ഖാൻ അത് പെറുക്കിയെടുത്തു കൊണ്ടുവന്ന് സംസ്കരിച്ചു. അയാൾ മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു നായയായിരുന്നു അത്. ഇനിയും പുലിയുടെ വരവുണ്ടായാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോന്നു. 3-4 മാസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ അലിം ഖാന്റെ ഒരു കത്ത് കിട്ടി. പുലി വിശേഷം തന്നെ. ഡിഗ്വാമേട്ട റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഗാങ്മാനെ അവിടുത്തെ ജലസംഭരണിക്കടുത്ത് വെച്ച് പുലി പിടിച്ചുവെന്നായിരുന്നു അലിം ഖാൻ എഴുതിയിരുന്നത്. റാം എന്ന പേരായ ഈ ഗാങ്മാന് വാട്ടർ ടാങ്കിന്റെ സംരക്ഷണ ചുമതലയും ഉണ്ടായിരുന്നു. അയാളുടെ സുഹൃത്തായ മറ്റൊരു ഗാങ്മാൻ ദിവസവും സന്ധ്യാകാറാകുമ്പോൾ സിഗ്നൽ വിളക്ക് കത്തിക്കാൻ വരാറുണ്ട്. അയാളോടൊപ്പമാണ് റാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിവായി മടങ്ങാറുള്ളത്. ഒരു ദിവസം പതിവ് പോലെ സിഗ്നൽ വിളക്ക് തെളിയിച്ച ശേഷം തിരിച്ചു പോരാനായി ആ ഗാങ്മാൻ റാമിനെ തിരഞ്ഞപ്പോൾ കാണാനില്ല. ഉറങ്ങിപ്പോയിരിക്കാമെന്ന് കരുതി വിളിക്കാനായി അയാൾ വാട്ടർ ടാങ്കിനടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. റാം മരിച്ചു കിടക്കുന്നു. ചുറ്റും പുലിയുടെ കാൽപ്പാടുകളും റാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് കുറെ അധികം മാംസം കടിച്ചു കീറി തിന്നിരിക്കുന്നതും കണ്ടപ്പോൾ അയാളെ പുലി പിടിച്ചതാണെന്ന് ആ ഗാങ്മാന് ഉറപ്പായി. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി സ്റ്റേഷൻ മാസ്റ്ററോട് വിവരം പറഞ്ഞു. ഇക്കാര്യങ്ങളാണ് അലിം ഖാൻ എനിക്ക് എഴുതിയിരിക്കുന്നത്. സംഭവം നടന്ന 4-ാം ദിവസമാണ് എനിക്ക് കത്ത് കിട്ടിയത്. വളരെ വൈകിപ്പോയെന്ന് തോന്നിയെങ്കിലും അങ്ങോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അവധിയെടുത്ത്
യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അലിഖാന്റെ ഒരു കമ്പി സന്ദേശം എനിക്ക് കിട്ടി. അയാളുടെ സഹോദരിയുടെ കൗമാര പ്രായക്കാരിയായ ഒരു മകളെ പുലി കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഞാൻ കാറിൽ ദിഗ്വാമേട്ടയിലേക്ക് തിരിച്ചു. എന്നെ കണ്ടപ്പോൾ അലിഖാന്റെ സഹോദരി പൊട്ടിക്കരഞ്ഞു. സ്വന്തം മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനക്കൊപ്പം നാളെ എന്താവും വരാനിരിക്കുന്നതെന്ന ഭയവും അവളുടെ മുഖത്ത് കാണാമായിരുന്നു. ആ പെൺകുട്ടി മുഖത്ത് പൂവിരത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുലി ചാടി വന്ന് തൂക്കിക്കൊണ്ടു പോയത്. കുട്ടിയുടെ പേടിച്ചരണ്ട നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മയ്ക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും പുലി ഓടി കാട്ടിലെത്തിയിരുന്നു. അവരുടെ നിലവിളി കേട്ടാണ് മറ്റുള്ളവർ ഓടിയെത്തിയത്. അന്വേഷിച്ചു പോയ അലിഖാന് കിട്ടിയത് ഭാഗ്യഹീനയായ ആ കുഞ്ഞിന്റെ വസ്ത്രത്തുണ്ടുകളും പൊട്ടിയ മാലയിലെ ചില മുത്തുകളും മാത്രമാണ്. ഇനി ഇവരെ വിലസാൻ വിട്ടുകൂടെന്ന് ഞാൻ തീരുമാനിച്ചു. കാട്ടുമൃഗങ്ങളാണെങ്കിലും അവയ്ക്കു ഗിരിവർഗക്കാരെയും എന്നെ പോലെയുള്ള വരത്തന്മാരെയും തിരിച്ചറിയാം. അതുകൊണ്ട് ഞാനൊരു വേഷം മാറ്റൽ നടത്തി. പാന്റും ഷർട്ടുമൊക്കെ മാറ്റി മുഷിഞ്ഞ് കീറിപ്പറഞ്ഞവരും മുണ്ടും ചുറ്റി ശരീരത്തും മുഖത്തുമെല്ലാം കരിയും ചെളിയും ഒക്കെ പുരട്ടി ഒന്നാം തരം ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിനെന്ന പോലെയാണ് ഞാൻ കാട്ടിലെത്തിയത്. അന്ന് കുറെ അലഞ്ഞെങ്കിലും പുലിയെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല. ഞാൻ ബംഗ്ലാവിലേക്ക് മടങ്ങി. ബംഗ്ലാവിന്റെ മുന്നിൽ എന്നെ കാത്ത് സ്റ്റേഷൻ മാസ്റ്ററും ഡ്രൈവറും ഫയർമാനും ഗാർഡും മറ്റും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടയുടനെ ഡ്രൈവർ പറയാൻ തുടങ്ങി, സർ, തുരങ്കത്തിൽ നിന്നും പുറത്തേക്ക് വണ്ടി കടന്നയുടനെ കുറച്ചകലെ റെയിലിന്റെ ഒരു വശത്ത് ഒരു മനുഷ്യ ശരീരം കിടക്കുന്നത് ഞാൻ കണ്ടു. വണ്ടി ഞാൻ നിർത്തി. മറ്റേതെങ്കിലും വണ്ടി തട്ടിയിരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മാംസം മുഴുവൻ കാർന്ന് തിന്നിരിക്കുന്നതായി കണ്ടു. പുലി പിടിച്ചതാണെന്ന് ഞാൻ ഊഹിച്ചു. കോണകം മാത്രം ധരിച്ച ഒരു ഗിരിവർഗക്കാരനായിരുന്നു അത്. കാര്യമെല്ലാം മനസ്സിലാക്കിയ ഞാൻ വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്ത് അവരെ പറഞ്ഞയച്ചു. നല്ല ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് ഉടനെ പുറപ്പെട്ടാൽ കാര്യം കുഴപ്പമായേക്കും. ഞാൻ നന്നായൊന്ന് ഉറങ്ങി. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റു. ചായ കുടിച്ച ശേഷം സന്നാഹങ്ങളുമായി ഞാനും അലിഖാനും കൂടി പുറപ്പെട്ടു. ഞങ്ങൾ റെയിൽവേ പാലത്തിനടുത്തെത്തി. പാലത്തിന്റെ സ്ലീപ്പറുകളിൽ കൂടി ഞാനിന്മേൽ കളിക്കുന്ന സർക്കസ് അഭ്യാസിയെ പോലെ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് അപ്പുറം കടന്ന് തുരങ്കത്തിനടുത്തെത്തി. അവിടെ പാളത്തിനരികിൽ ശരീരത്തിൽ അല്പം മാത്രം മാംസവുമായി ഒരു മനുഷ്യന്റെ അസ്ഥിപഞ്ജരം കിടന്നിരുന്നു. ദൃഢഗാത്രനായ ഒരു ചെഞ്ചു വർഗക്കാരനാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഡ്രൈവർ കാണുമ്പോൾ ഇത്രയും മാംസം നഷ്ടപ്പെട്ടിരുന്നില്ല. അതിനർത്ഥം ആ നരമാംസപ്രിയൻ വീണ്ടും വന്ന് മാംസം കടിച്ചു കീറി തിന്നിട്ട് പോയെന്നാണ്. ഞാൻ അല്പം വൈകി പോയിരിക്കുന്നു. ഇനി അല്പം മാത്രം ഭക്ഷണം തേടി അവൻ വരുമോ എന്ന് എനിക്ക് സംശയമായി. ആ സമയം തുരങ്കത്തിൽ നിന്നും ട്രെയിൻ വരുന്ന ഒരു ശബ്ദം കേട്ട് ഞാനും അലിഖാനും കൂടി ഓടി മാറി ഡ്രൈവർക്ക് കാണാവുന്ന രീതിയിൽ നിന്നു. വണ്ടി അല്പം വേഗതയിലാണ് വന്നതെങ്കിലും എന്റെ ആംഗ്യം മനസ്സിലാക്കി കുറച്ചകലെയായി അയാൾ വണ്ടി നിർത്തി. അല്പം കഴിഞ്ഞപ്പോൾ മുന്നിൽ നിന്നും ഡ്രൈവറും പിന്നിൽ നിന്ന് ഗാർഡും എന്റെ അടുത്തെത്തി. ഞാൻ അവരെ ആ ഹതഭാഗ്യന്റെ മിച്ച ശരീരം കാണിച്ച് സംഭവം വിവരിച്ചു. അലിഖാനെ കൂടി വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ ഇറക്കണമെന്നും മാസ്റ്ററോട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറയണമെന്നും ആവശ്യപ്പെട്ടു. തുരങ്കത്തിന്റെയോ പാലത്തിന്റെയോ സമീപത്തേക്ക് ആരും വരാതെ നോക്കാൻ റെയിൽവേ പോലീസിനെ ചുമതലപ്പെടുത്തണമെന്നും അന്ന് രാത്രി ഞാൻ ആ പുലിയെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും കൂടി അറിയിക്കാൻ ഏൽപ്പിച്ചു. 2 മണിയോടെ ആ വരുന്ന ട്രെയിനിൽ എനിക്കുള്ള ഭക്ഷണം, കമ്പിളി തുടങ്ങിയവയുമായി മടങ്ങിയെത്തണമെന്ന് അലിഖാനെ ചട്ടം കെട്ടി. ഞങ്ങളുടെ ഈ സംസാരത്തിനിടെ വണ്ടിയിൽ നിന്നും അനേകം യാത്രക്കാർ കൗതുകം മൂലം വിവരമറിയാൻ ഓടിയെത്തി. പുലി തിന്നതിന്റെ ബാക്കിയായ ആ സാധുവിന്റെ കിടപ്പ് കണ്ട് ഭയഭീതരും ദുഃഖിതരുമായി അവർ തിരികെ വണ്ടിയിൽ കയറിയതും വണ്ടി വിട്ടുപോയി. അല്പം കഴിഞ്ഞപ്പോൾ കഴുകന്മാർ ബാക്കിയുള്ള മൃതദേഹം ഭക്ഷിക്കാൻ പറന്നെടുത്തുകൊണ്ടിരുന്നു. ഞാൻ അവയെ കല്ലെറിഞ്ഞ് വിരട്ടി ഓടിച്ചു. അങ്ങനെ 2 മണിവരെ കഴുകനെ വിരട്ടിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത വണ്ടി വന്നു. അത് എനിക്കായി പ്രത്യേകം നിർത്തി അലിഖാനെ ഇറക്കിവിട്ടു. അയാൾ എനിക്കുള്ള ഭക്ഷണവും കമ്പിളിയും മറ്റും കൊണ്ടുവന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മിച്ചത്. അലിഖാൻ എന്നോടൊപ്പം നിന്നാൽ പുലിയിൽ നിന്നും അയാളെ സംരക്ഷിക്കുന്ന ചുമതല കൂടി എനിക്ക് ഏറ്റെടുക്കേണ്ടി വരും. മുഴുവൻ ശ്രദ്ധയും പുലിക്കായി മാറ്റിവെക്കാൻ കഴിയാതെ വരും. പക്ഷെ ഇനി അയാളെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ അനുവദിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് അയാൾ എന്റെ ഒപ്പം നിൽക്കട്ടെ എന്ന് ഞാൻ ഉറപ്പിച്ചു. പുലിയെ പ്രതീക്ഷിച്ച് തുരങ്കവാതിൽക്കൽ നിൽക്കുന്നത് അപകടമാണ്. കാരണം തുരങ്കത്തിലെ ഇരുട്ടിൽ നിന്ന് എന്നെ കണ്ടുകൊണ്ട് വരുന്ന അവന്റെ ആക്രമണം ചടുലമായിരിക്കും. എനിക്കാണെങ്കിൽ അവനെ കാണാൻ കഴിയുകയുമില്ല. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ചെരിഞ്ഞ ഒരു പ്രതലമുണ്ട്. അവിടെ കയറിയിരുന്നാൽ തുരങ്കത്തിൽ നിന്നോ റെയിലിലൂടെയോ വരുന്ന പുലിയെ എനിക്ക് കാണാൻ കഴിയും. സാധാരണ പുലിയും കടുവയും മുകളിലേക്ക് നോക്കി നടക്കാറില്ലാത്തത് കൊണ്ട് അവൻ എന്നെ കാണാനുള്ള സാധ്യത
തീരെയില്ല. ഞാനും അലിംഖാനും കൂടി അവിടെ കയറിയ ശേഷം കുറെ ഉരുളൻ കല്ലുകൾ പെരുക്കിക്കൊണ്ടുവന്ന് ഒരു അരമതിൽ അവിടെ നിർമ്മിച്ചു. അതിന്റെ പിന്നിൽ മറിഞ്ഞിരുന്നു കൊണ്ട് പുലിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അവനെ നിരീക്ഷിക്കാമെന്നതാണ് അതുകൊണ്ടുള്ള ഗുണം. അവിടെ ഇരുന്നു കൊണ്ട് മൃതദേഹം എനിക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള വിടവുകൾ ഇട്ടുകൊണ്ടാണ് ഞാൻ മതിലുണ്ടാക്കിയത്. പക്ഷേ ആ വിടവിലൂടെ റൈഫിൾ പ്രയോഗിക്കുന്നതിൽ ചില അസൗകര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എങ്കിലും മറ്റു മാർഗങ്ങളൊന്നും ബുദ്ധിയിൽ തോന്നാത്തതിനാൽ അവിടെ തന്നെ ഇരുന്നു. നേരം സന്ധ്യയായി. പെട്ടെന്ന് ഇരുൾ പരന്നു. മൃതദേഹം കിടക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ കഷ്ടിച്ച് കാണാമെന്നേയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ പാറക്കെട്ടുകൾ ഉരുളുന്ന ശബ്ദം കേട്ടു. പുലി പിന്നിൽ നിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വരികയാവണം. അടുത്ത നിമിഷം അവൻ ഞങ്ങളിൽ ഒരാളുടെ മുതുകിലേക്ക് ചാടി വീഴും. എന്തു ചെയ്യണമെന്ന് ആലോചിക്കും മുമ്പ് താഴെ തുരങ്കത്തെ കിടുകിടിപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിൻ അലറി വിളിച്ച് പാഞ്ഞു വന്നു. ആ ബഹളം കേട്ട് ഓടുന്നതിന് പകരം ആ ബഹളത്തിൽ ഞങ്ങളുടെ ശ്രദ്ധ പതറുന്നതാണ് തനിക്കു പറ്റിയ മുഹൂർത്തം എന്നറിഞ്ഞ് ഞങ്ങളെ പിടികൂടാൻ പുലി മുന്നോട്ട് വരികയാണ് ചെയ്തത്. പക്ഷെ അവൻ അടുത്തു വരും വരെ ഒരാളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്ന് വേണം കരുതാൻ. അടുത്തു വന്നപ്പോൾ മാത്രമാവും ഞങ്ങൾ രണ്ടാളുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയത്. രണ്ടുപേരെ ഒന്നിച്ചു കണ്ടപ്പോൾ അവരെ ആക്രമിക്കണമെന്നൊരു ചിന്താക്കുഴപ്പം കൊണ്ടാവാം ഒരു നിമിഷം അവൻ നിന്നുപോയത്. കോമ്പല് പുറത്തുകാട്ടി മുരണ്ടു നിൽക്കുന്ന അവൻ ഞങ്ങളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും ഭയന്നു വിറച്ചു പോയ അലിംഖാൻ അലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ആ ബഹളം കേട്ട് പുലി ഓടിക്കളയേണ്ടതായിരുന്നു. പക്ഷെ അതിന് പോലും സമയം കൊടുക്കാതെ ഞാൻ എന്റെ റൈഫിളിലെ ടോർച്ച് അവന്റെ കണ്ണുകളിലേക്ക് തെളിയിക്കുകയും നിറയൊഴിക്കുകയും ഒന്നിച്ചു കഴിഞ്ഞു. തിരുനെറ്റിയിൽ തന്നെയാണ് വെടിയുണ്ട തറച്ചു കയറിയത്. അവൻ കുതിച്ചു ചാടി ഞങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പാഞ്ഞ് റെയിൽവേ പാളത്തിൽ ചെന്നു വീണു. അപ്പോഴേക്കും അവന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആ നരഭോജിയുടെ ജൈത്രയാത്ര അവസാനിച്ചു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.